ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ജെയ്സണായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം നമ്മുടെ ജെയ്സൺ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ അനിയൻ മാക്സിമം ഇപ്പോൾ വീട്ടിലാണുള്ളത്. നമ്മൾ കുറച്ച് ദിവസം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ടായിരുന്നു ഉണ്ടായത്. മാത്രമല്ല നമുക്കിപ്പോൾ നേരെ നമ്മുടെ ഷോറൂമിൽ നമ്മുടെ കാർ ഡീലർഷിപ്പ് അവിടെയുള്ള കാർ ഡീലർഷിപ്പിൽ പോയിട്ട് ഒരു കാറ് വാങ്ങണം മീൻസ് നമ്മുടെ ജെയ്സണാണ് വലിയ കാറൊന്നുമില്ല. ഇത്ര നമ്മൾ മാക്സിമിൻ്റെ കാറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ഈ അടുത്ത് വലിയ നമ്മൾ കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് പൈസയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഗ്രാമമായതുകൊണ്ട് അവിടെ ഭയങ്കര നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രാമത്തെ കുറച്ച് പീടികകളൊന്നും ഉണ്ടാവില്ല. അന്നേരം അതിൻ്റെ പൈസയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. നമുക്ക് നമ്മുടെ ഡീലർഷിപ്പിൽ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് പോകുമ്പോൾ ഉണ്ടായ വണ്ടി എടുത്തിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ കുറേ നാൾ മുമ്പ് പൂമ്പാടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച വണ്ടി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. ഇതാണ് നമ്മൾ കാറ് വാങ്ങാൻ പോകുന്നത്. നമ്മളിന്ന് കാറാണ് വാങ്ങാൻ പോകുന്നത്. ഒരു ദിവസം കാറ് നമ്മളതിലിപ്പോൾ അത് മെയിനായിട്ടുള്ള താറും ഒരു ബൈക്കും ഉണ്ട്. നമ്മൾ ബൈക്കിനെയും വാങ്ങും, പക്ഷെ ആദ്യം നമുക്കൊരു കാറ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഇത് വാങ്ങും. ഈ ഒരു വണ്ടിയാണ് കുറച്ച് നാൾ മോഡിഫിക്കേഷൻ വെച്ചാണ്. അതാണ് നമ്മുടെ അച്ഛൻ്റെ വണ്ടി അടക്കാണ്ടിരുന്ന അച്ഛൻ്റെ അല്ല, ഞാൻ വാങ്ങിയ വണ്ടിയാണ്. ജെയ്സൺ വാങ്ങിയ വണ്ടി തന്നെയാണത്. നമ്മുടെ ഗ്രാമത്തിലുള്ള അച്ഛനായിരുന്നു ആദ്യം കൊടുത്തത്. പിന്നെ അച്ഛന് പുതിയ വണ്ടിയെല്ലാം വാങ്ങിക്കൊടുത്തപ്പോൾ അച്ഛൻ എനിക്ക് തന്നു. എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ വണ്ടി എന്നാലും വണ്ടി എടുത്തിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ആദ്യം ഡയറക്റ്റ് ഒന്ന് വീട്ടിലേക്ക് നമ്മുടെ മാക്സിമിനൊരു സന്തോഷമാവും നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ. ആണ് നമ്മുടെ വീട്. ഏതെല്ലാം പുതിയ വണ്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. നോക്കണം ഏതെല്ലാം വണ്ടിന്ന്. എൻ്റെ എല്ലാം അതേ വണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് സാരമില്ല. പക്ഷെ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അവനാണ് ഇതെല്ലാം നമ്മൾ തന്നെ വാങ്ങിയ വണ്ടിയാണ്. ഇനിയും കുറേ അവിടെയുള്ള ഷോറൂമുള്ള മൊത്തം കാറും ബൈക്കെല്ലാം നമ്മൾ വാങ്ങാൻ നോക്കുന്നുണ്ട്. അവരുടെ മാക്സിമേ മോനെ ഇവിടെ ഇല്ല. അതെന്തായാലും വിളിക്കണമല്ലേ വേണ്ട നമ്മളിപ്പോൾ. അതായിരുന്നു മാക്സിമേടാ. എടാ നീ ഇപ്പം എത്തിയടാ. ഞാനിപ്പോൾ എത്തിയല്ലോടാ. കുറച്ച് സമയം ലേറ്റായി. നീ അപ്പോഴത്തേക്ക് 2 പുതിയ കാറെല്ലാം വാങ്ങിയല്ലോടാ. ഓടോ കുറച്ച് ദിവസമായിട്ടുള്ളൂ സ്റ്റാറ്റസ് ഇട്ടിന്. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമല്ലോടാ. അത് നമ്മുടെ കാറിൽ പോവാം. നീ വാടാ. എന്തായാലും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ
നമ്മൾ ഇന്ന് വാങ്ങിയ ഫെരാരി എടുത്തോണ്ട് നീ വേണം വണ്ടി കയറട്ടെ. വണ്ടി കയറി ഓടോ ഞാനിതാ വരുന്നു. അപ്പോൾ സാധാരണ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാ. ഇവിടെ ഓടെ എങ്ങനെ ഉണ്ടേനു? സുഖം തന്നെയാ? നിന്റെ അച്ഛനൊക്കെ എടാ സുഖം തന്നെയായിരുന്നു. അച്ഛൻ അവിടെ പിന്നെ പുതിയ വീടും കാര്യങ്ങളൊക്കെ വെച്ചു. ആടോ അങ്ങനെയാ? എൻ്റെ അച്ഛൻ പുതിയ ബൈക്ക് വാങ്ങിയതായിട്ട് ബുള്ളറ്റ് ആണെന്ന് തോന്നുന്നു. ആടാ ബുള്ളറ്റ് നമ്മളെ വീട്ടിൽ ജീപ്പിൻ്റെ അടുത്ത് കിടക്കുന്ന ബുള്ളറ്റ് ഇല്ലേ, അത് ഇവിടെ ഇതാടാ, ഇതല്ലേ ബെന്നിൻ്റെ ഷോപ്പ്. ഓ സോറി, സംസാരിച്ചിരുന്നപ്പോൾ ഷോപ്പെല്ലാം പറഞ്ഞത്. നമ്മളിപ്പോൾ കുറേ കാലമായില്ലടാ ഇവിടെ തന്നെ വന്നിട്ട്. ബെന്നി എന്തായാലും ഇത് വേണ്ട, സ്റ്റിക്കർ വേണ്ട, നൈട്രോ ആക്കാം. ഗ്ലാസ് കളർ ബ്ലാക്ക് ആക്കാം. ബ്ലാക്ക് അവിടെ ഇത് കുറേ ഗ്ലാസ് കളർ ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയി അത്രയും. ഇവിടെ പിന്നെ ഇല്ലേ, ഞാനൊരു പുതിയൊരു GTR വാങ്ങാൻ നോക്കുന്നുണ്ട്. എന്നാ നിന്റെ അഭിപ്രായം? ഇവിടെ GTRോ? ഇപ്പോൾ സ്ഥലമെല്ലാം വേണ്ട. എടാ നമ്മളതിലിപ്പോൾ ഓൾറെഡി ഒരു ഫെരാരി ഉണ്ടല്ലോ, 2 ഫെരാരി ആയി. അപ്പോൾ ഒരു ഫെരാരി എടുത്തിട്ടായിരിക്കലും വെക്കുകയറ്റം ചെയ്യാം. അല്ലെ നമ്മളെന്നാ ഈ ഗസ്റ്റ് ഹൗസ് ഇല്ലേ, മറ്റേന്നാ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള അവിടെ ഏറ്റം വെക്കാം. ഓടോ അതൊന്നും തന്നെ ചെയ്യാം. നോക്കട്ടെ. ഞാനിപ്പോൾ ഒരു പെട്ടെന്നൊരു വരാൻ വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം വാങ്ങിയതാണ്. ഇവിടെ ഈ ഫെറാറിക്ക് എത്ര പൈസയായി? ഞാൻ വാങ്ങിയ ടൈമിന് 2 കോടി തൊട്ടുണ്ടായിരുന്നു. ഇപ്പം എത്രയായിന്? ആടെ ഇതിനിപ്പോ 2 കോടി. 2 കോടി ഇപ്പം 2 കോടി തന്നെ ഉണ്ട്. അതാ എല്ലാം കൂടി ഇപ്പോൾ ഈ നൈട്രോ എല്ലാം കയറ്റി എല്ലാം കൂടിയിട്ട് ഒരു 2 കോടി 1000 ഉറുപ്പ്യ 2 കോടി 1000 ഉറുപ്പ്യ ഉണ്ടാവും. ഇവിടെ അത്രയല്ലോ ആയിട്ടുണ്ടോ? ആടോ നൈട്രോനല്ലേ ഇപ്പം എന്താ വില? 1000 ഉറുപ്പ്യ ഒരു നൈട്രോന്. അത് ഏറ്റവും ചെറിയ നൈട്രോ. എന്തായാലും ഇറങ്ങ് നോക്ക്. ഇതാ നിന്റെ ഫെറാരി എടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് വണ്ടി വാങ്ങാം. നീ വണ്ടി കയറാം. സോറി സ്പീഡ് കൂടി പോയാ. നീ വേഗം വണ്ടി കയറാ. നീ എന്താ കയറുന്നില്ലേ? അവിടെ ഇതാ കയറുന്നു. ഞാൻ മഴയല്ലേന്ന് ആലോചിച്ചിരിക്കുന്നേന്ന്. കാറിലല്ലേടാ നമ്മൾ പോകുന്നത്, പിന്നെന്തിനാ മഴയെല്ലാം പേടിക്കുന്നത്? അയ്യോ വണ്ടി. നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. നീ സബ്സ്ക്രൈബ് ചെയ്യുന്നു? ഓടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. എന്താ ബാക്കിയുള്ള വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ? ഇല്ലടാ, ഇപ്പം ആരും അങ്ങനെ വീഡിയോ കാണലോ വ്യൂസൊക്കെ കുറവാണ്. ആരും അങ്ങനെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ലടാ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതവർ ചെയ്തോളൂടാ. ഇവിടെ ഇതല്ലേ ഇതിൻ്റെ അച്ഛൻ്റെ പഴയ ബൈക്ക്? ആടാ മാക്സിമേ, ഇതാ എൻ്റെ അച്ഛൻ്റെ പഴയ ബൈക്ക്. അച്ഛൻ പിന്നെ പുതിയ ബൈക്ക് എടുത്ത ടൈമിന് എനിക്ക് ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെക്കാൻ തന്നെ. ഇപ്പോൾ ഇവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട് വാടാ. ഇതാ ഞാനിങ്ങ് വന്നു. വിളിക്കില്ല. നീ വേഗം വാ. ഏതാ എടുക്കണ്ട? ബൈക്ക് എടുക്കണോ? വേണ്ടോടോ ബൈക്ക് നമുക്ക് പിന്നെ എടുക്കാം. ആദ്യം നീ കാർ എടുക്കും.
ഓക്കെ, കാറ് നല്ല കാറ് GTR അവിടെ നമുക്കിത് കുറച്ച് മോഡിഫിക്കേഷൻ ഓടിച്ചാണ്. നീ വേഗം വാ, നീ വേഗം നടക്ക്. ആടോ ഞാൻ വരുന്നു, നീ ഇത്ര ധൃതി പിടിക്കല്ലേ. അല്ലാതെ ഇവിടെ നിനക്ക് എവിടെ നിന്നാണ് ഇത്ര പൈസ? അതൊക്കെ കിട്ടി, നമ്മൾ കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, അത് കുറേ എല്ലാം കിട്ടി. ഇപ്പം എൻ്റെ എണ്ണി തീർക്കാൻ പറ്റാത്തത്ര പൈസയേ ഉള്ളൂ. എന്തായാലും വണ്ടി എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം. മാക്സിമേ മോനെ, നീ എന്താടാ കളിക്കുന്നേ? കയറി ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോവാം. മച്ചാനെ ഇവിടെ വണ്ടിക്ക് നല്ല സ്പീഡുണ്ടല്ലോടാ. ആടാ, അത്യാവശ്യം സ്പീഡുണ്ട്. വണ്ടി അവിടെ ജസ്റ്റ് ഇപ്പോൾ തട്ടിയാന്. ഇവിടെ ആയിരുന്നില്ലേ? അല്ല, കുറച്ച് ദൂരം. ഇതാണ് നമ്മുടെ ബെന്നിയുടെ ഷോപ്പ്. ബെന്നിയണ്ണ ഇവനെപ്പാടെ വരിക? ബെന്നി എടാ ഹോൺ ഓഫാക്കാൻ വിട്ടുപോയടാ. ഹോൺ ഓഫാക്കാൻ വിട്ടുപോയി. ബോഡി കളർ നമുക്കങ്ങ് ബ്ലാക്ക് അടിക്കാം. ഗ്ലാസ് കളർ ബാക്ക്. ഓക്കെ, വീല് നമുക്ക് മാറ്റണം. അവിടെ വീല് ഇത് വേണോ ഇത് വേണോ? നമുക്ക് ഇതെടുക്കാം. സസ്പെൻഷൻ താഴ്ത്തിയിടും, എല്ലാം താഴ്ത്തിയിട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, വീൽ സൈസ് അതൊന്നും വേണ്ട. സസ്പെൻഷൻ റിംഗ് കളർ റെഡ് ഇടാം. അടിപൊളി. അപ്പോൾ അടുത്ത നമുക്ക് സ്റ്റിക്കർ അങ്ങോട്ട് ഇടണം. സ്റ്റിക്കർ അല്ലേ വേണ്ടേ? സ്റ്റിക്കർ വേണ്ട, നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. വണ്ടി അടിപൊളിയാണ് കേട്ടോ. ഇത് ഏത് കളർ ഏതായിരുന്നു വെക്കുക? അതെനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഡിഫോൾട്ടിൻ്റെ നോട്ടെ. അപ്പോൾ സ്മോക്ക് കഴിച്ച് ബ്രേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയില്ലേ? സ്റ്റിക്കർ ഒക്കെ എല്ലാമായി. പക്ഷെ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓട്ടി നോക്കണം. നമ്മളെന്തായാലും വണ്ടി പുറത്തെടുക്കുകയാണ്. ജോജു എടാ, വണ്ടി നല്ല സ്പീഡുണ്ട് കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. അയ്യോ സോറി ചേട്ടാ. ഓക്കെ, വണ്ടി അടിപൊളിയാട്ടോ. ലുക്ക് നോക്കിയേ, ആ ബ്ലാക്ക് കളറൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക രസമാണ്. ഓക്കെ, നമുക്ക് അവിടെ വണ്ടി ഇവിടെ നടുവിലായിട്ടിടാം. ഓപ്പൺ. ഓക്കെ, എന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇറങ്ങടാ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.